നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയുടെ നിലവിലത്തെ നിയമന നില എത്രയാണ്? എത്ര പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്? ഇനി നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാനായിട്ട് പറ്റും? വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എത്ര അഡ്വൈസുകൾ പോകാനാണ് സാധ്യത? വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാം. മക്കളെ, പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് നമുക്കറിയാം, അതൊരു ഗസറ്റഡ് റാങ്കിലുള്ള പോസ്റ്റാണ്. ഡിഗ്രി നിലവാരത്തിൽ കയറുമ്പോൾ തന്നെ നല്ല സാലറിയിൽ ഒരു ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി. നമുക്ക് ഇതിന്റെ നിലവിലത്തെ നിയമന നില നോക്കിയാൽ 31/7/2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2025 ജൂലൈ മാസം 31 അതായത് ഇപ്പോഴെത്രയായി കാണും? 2026 ഓഗസ്റ്റ് മാസമായി അല്ലെ? 2026 ഓഗസ്റ്റ് മാസമായി, അതായത് 8ാം മാസമായിട്ടുണ്ട്. 24 ഏതാണ്ട് ഒരു വർഷവും ഒരു മാസവുമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി പൂർത്തിയാക്കിയത്. അതായത് ഒരു വർഷവും ഒരു മാസവും, 3 വർഷമാണ് ആകെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ആയിട്ടുള്ളത്. ഇനി നമ്മുടെ മുന്നിൽ 2 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. 2 വർഷമാണ് ഇനി കാലാവധി. മക്കൾ, ഈ ഒരു വർഷവും ഒരു മാസത്തിന്റെയും ഇടയ്ക്ക് ആകെ 207 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 207 അഡ്വൈസുകൾ ഒരു വർഷവും ഒരു മാസത്തിന്റെയും ഇടയിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് 30/7/2028 ഇനി 2 വർഷത്തെ കാലാവധിയുണ്ട്. നിലവിൽ 207 അഡ്വൈസുകൾ പോയിട്ടുമുണ്ട്. അപ്പൊ അത്യാവശ്യം നിയമന നില ഇപ്രാവശ്യം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക? മക്കളെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 2026 ഡിസംബർ മാസം 31 മുൻപ് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു വലിയ വേക്കൻസി നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു 120-നടുത്ത് അഡ്വൈസുകൾ, നിയമനങ്ങളാണ് അടുത്ത നോട്ടിഫിക്കേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ 120ഓളം വേക്കൻസികൾ ആയിരിക്കും അടുത്ത തവണ. ഇത്രയും വലിയൊരു വേക്കൻസി ഒന്നും അടുത്ത തവണ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ നമുക്കറിയാം, ഡിഗ്രി നിലവാരത്തിൽ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ് ഈ 120-നടുത്ത് വേക്കൻസികൾ വരിക എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു, ഇത് ഡിഗ്രി നിലവാരത്തിൽ നിന്ന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പോസ്റ്റാണ്. ഗസറ്റഡ് റാങ്ക് ആണ്. പച്ചമഷിക്ക് ഒപ്പിടാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. 51,400 മുതൽ 1,10,300 വരെയാണ് ബേസിക് പേ വരിക. ഇനി ഒരു ഗ്രോസ് സാലറി ആയിട്ട് അലവൻസുകൾ, ഇപ്പം HRA വരുന്നുണ്ടാവും, അതേപോലെ PF പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അഡീഷനുകൾ എല്ലാം ചേർത്തിട്ട് ഗ്രോസ് സാലറി ആയിട്ട് 72,000 രൂപ വരെയും, നെറ്റ് സാലറി ആയിട്ട് PF പോലെയുള്ള ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം 58,000 മുതൽ 59,000 വരെയും. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതാണ്ട് 60,000 രൂപയ്ക്ക് അടുത്ത് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. ഇതിനെ നമ്മൾ LSGI, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി എന്നാണ് പറയുക. പണ്ട് BDO എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കിയാൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ LSGI സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് കയറുക. അതിനുശേഷം പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 3, അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സെക്രട്ടറി, ജോയിന്റ് ഡയറക്ടർ, അതേപോലെ തന്നെ അഡീഷണൽ ഡയറക്ടർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കൺഫേർഡ് IAS-ലേക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റ് എന്ന് പറയാം. അത്യാവശ്യം നല്ല ഡിമാൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഇതിന് 2-3 പരീക്ഷകൾ ആകെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതായത് ആദ്യം ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്. അതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പരീക്ഷയാണ്. കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. മെയിൻസിനാകെ 2 പേപ്പറുകളുണ്ട്. പേപ്പർ 1 സാധാരണ ജനറൽ PSC പോലെ തന്നെയാണ്. പക്ഷെ പേപ്പർ 2ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്രട്ടറി ലെവലിലുള്ള ചോദ്യങ്ങൾ അവിടെ കയറി വരും. 2ന്റെയും കൂടി ചേർത്തിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് വരിക. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവും കൂടി പാസ്സായാൽ മാത്രമേ നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമാകുകയുള്ളൂ. അപ്പൊ ഇത്രയും കടമ്പകൾ കഴിഞ്ഞാലാണ് നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനം ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മെയ് മാസത്തോട് കൂടിയിട്ട് നമുക്ക് പ്രിലിംസ്, മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തോടു കൂടി നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം 2027. അതേപോലെ തന്നെ ഒരു സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് 2027 തന്നെ മെയിൻസ് പരീക്ഷയും പ്രതീക്ഷിക്കാം. 2028 ജൂലൈ മാസത്തോടുകൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2028 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അതിന് ഇന്റർവ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്രയും സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച്, ടാർഗറ്റ് ബാച്ച് ഇപ്പൊ അവൈലബിൾ ആണ്.
പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ചാണ് ടാർഗറ്റ് ബാച്ച്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഇതിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗസറ്റഡ് റാങ്കിലേക്കുള്ള യാത്ര നമുക്ക് സൂപ്പർ നോട്ട്സിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താത്ത ക്ലാസ്സുകൾ. then അതേപോലെ തന്നെ നമ്മുടെ മാത്രം പ്രത്യേകതയാണ് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്. ചുമ്മാ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. കുറേ മണിക്കൂറുകളുടെ ക്ലാസ് കണ്ടതുകൊണ്ടോ നോട്ട്സ് വായിച്ചതുകൊണ്ടോ കാര്യമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം, സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പം അതിനുള്ള ഒരു പ്രാക്ടീസാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ. ഇതുകൂടാതെ A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതുകൂടാതെ വീക്ക്ലി, ഡെയിലി ബേസിസിലുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ദെൻ ഇതൊന്നും പോരാഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് കൂടി കാണും. നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി കാണും. അവിടെ നിങ്ങളെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കോൺടാക്ട് ചെയ്യും. അവർ കൃത്യമായ കാര്യങ്ങൾ എല്ലാ മന്ത്ലിയും റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ആ രീതിയിൽ പോകുന്ന ഒരു സെഷൻ നടക്കും. ഇതുകൂടാതെ അമൽ സാറിനെയും എൻ്റെയും ഒക്കെ മോട്ടിവേഷണൽ സെഷൻസ് കൂടി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മക്കളെ ഉറപ്പിച്ചോടാ, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഈ 3 സ്റ്റേജിന്റെയും ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റ് ബാച്ച് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഓൾറെഡി 4,999 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. മക്കളെ ഇന്ന് രാത്രി മുതൽ, അതായത് 24-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ നമ്മുടെ ഓണം ഓഫർ ആരംഭിക്കുകയാണ്. 24-ാം തീയതി 6 മണി മുതൽ ഓണം ഓഫർ ആരംഭിക്കുകയാണ്. 20% ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 20%. അതായത് നിലവിൽ ഡിസ്കൗണ്ടിൽ 4,999 രൂപയാണ്. അവിടെ വീണ്ടും നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3,999 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 3,999 രൂപ മാത്രം പേ ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു അവസരം 3-4 ദിവസം മാത്രമേ ഉള്ളൂ. ഓണത്തിന്റെ സമ്മാനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോടാം. അഡ്മിഷൻ എടുത്തോ, സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോ. നമുക്ക് ക്ലാസ്സിൽ കാണാം, മറിച്ചൊന്നും വേണ്ട. പഠനം തന്നെ ഡിഗ്രി ലെവൽ ഗസറ്റഡ് റാങ്ക് ക്രാക്ക് ചെയ്തിട്ട് അടങ്ങുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് കോഴ്സിൽ ഓണം 2026 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ആക്റ്റീവ് ആണ്. അപ്പോൾ ആ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 3,999 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തോ. ഇനി അതുമല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ചോ കേട്ടോ. ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോക്കോടാ. ഓൾ ദ ബെസ്റ്റ്.